കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവം അമ്മയുടെ ഗർഭപാത്രത്തിൽ നമുക്ക് നിങ്ങൾക്ക് ഒരു ജീവനെ ഉരുവാക്കി നിക്ഷേപിക്കുമ്പോൾ ദൈവം തീവ്രമായി ഈ ആത്മാവിനെ തീവ്രമായി തിരിച്ചഭിലഷിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം അമ്മയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ച ആത്മാവിനെ തീവ്രമായി തിരിച്ചഭിലഷിക്കുന്നുണ്ട് എന്ന് ദൈവവചനം പറയുന്നു. അപ്പോൾ ഇവിടെ ഒരു രഹസ്യമുണ്ട്. നമ്മൾ പ്രായപൂർത്തിയാകുമ്പോൾ നമ്മളുടെ നിഷ്കളങ്കമായ മനസ്സുകൾ ശരീരം പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ പാപത്തിലേക്കുള്ള പ്രവണത കൂടുമ്പോൾ നമ്മൾ അസൂയയും കോപവും കലുഷിതവും വികാര സംഘടനകളും എല്ലാം വന്ന് നമ്മൾ നമ്മളുടെ ശരീരത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ സാത്താനുമായൊരു സഖ്യമുണ്ടാക്കി അതിൽ സന്തോഷം കണ്ടെത്തി ഇതാണ് നമ്മുടെ മനുഷ്യജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾ സാത്താനുമായൊരു കോവനൻ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അറിയാതെ പറഞ്ഞു പോയ വാക്കുകൾക്ക് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ മാപ്പ് ചോദിക്കുന്നു. കാരണം നമ്മൾ അതരം കൊണ്ട് പറഞ്ഞ എല്ലാ വാക്കുകൾക്കും നമ്മൾ ദൈവസന്നിധിയിൽ മാപ്പ് ചോദിക്കുന്നു യേശുനാമത്തിൽ. കാരണം ഒരിക്കൽ പോലും നമ്മളുടെ ഈ ജീവിതം ശാരീരിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കേണ്ടതല്ല, ആത്മീയ പ്രവണതകൾക്കനുസരിച്ച് നിങ്ങൾ ജീവിക്കേണ്ടതാണ്. കാരണം ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹിനിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഭൂമി എന്ന് പറയുന്നത് ഒരു മീഡിയമാണ്. മീഡിയം എന്ന് പറഞ്ഞ മധ്യത്തിലുള്ള ഒന്നാണ്. ആകാശം ഹോളി, ദൈവത്തിൻ്റെ പരിശുദ്ധി വിളംബരം ചെയ്യുന്നു. ഭൂമിക്കടിയിലുള്ള നരകം പാപത്തിൻ്റെ തീവ്രത ഏറ്റവും പാപം നിറഞ്ഞ ഒരു മേഖല, ഒരു രക്ഷയുമില്ലാത്ത അഗ്നി സ്ഫുരിക്കുന്ന സ്ഥലം. അപ്പോൾ അവിടെ ഒരു പരിശുദ്ധിക്ക് അധികം സ്ഥാനമില്ല, സ്വർഗത്തിൽ ഒരു അശുദ്ധിക്കും കൂടുതൽ സ്ഥാനമില്ല. എന്നാൽ ഭൂമിയിൽ ഇത് രണ്ടുമുണ്ട്, ഗുഡ് ആൻഡ് ഈവിൾ. അതായത് നന്മതിന്മയുടെ ഫലം കഴിച്ചതുകൊണ്ടാണല്ലേ ഭൂമി ഈ കാണുന്ന ഭൂമിയായത്. നമ്മളുടെ ശരീരങ്ങൾ നഗ്നമാണെന്നറിയുകയും നമ്മൾ ഭൂമിയിലേക്ക് തള്ളപ്പെടുകയും ചെയ്ത ഈ ഭൂമി നന്മതിന്മയുടെ വൃക്ഷത്തിൻ്റെ ഫലം കഴിച്ചതിൻ്റെ പരിണത ഫലമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പം ഈ ഭൂമിയിൽ ഹോളിനെസ്സുമുണ്ട്, ഈവിൾനെസ്സുമുണ്ട്. അപ്പോൾ ഇത് രണ്ടും സ്വീകരിക്കാൻ നമുക്ക് സാധിക്കും ഈ ഭൂമിയിൽ. അപ്പോൾ ഈ മീഡിയം, ഈ ഭൂമിയിൽ ജീവിക്കുന്ന നാം സാത്താനുമായി സഖ്യമുണ്ടാക്കി ഈ ഭൂമിയിലെ പ്രവണതകൾക്കനുസരിച്ച് ജീവിച്ച് നമ്മൾ മരിച്ചു പോവുകയാണെങ്കിൽ ദൈവം അമ്മയുടെ ഗർഭപാത്രത്തിൽ നിങ്ങളെ ഉരുവാക്കിയപ്പോൾ ദൈവം അതിൻ്റെ അകത്ത് നിക്ഷേപിച്ച ആത്മാവിനെ ദൈവം തിരികെ ചോദിക്കുമ്പോൾ ആ ആത്മാവ് നഷ്ടപ്പെട്ട് പോകത്തക്ക രീതിയിൽ സാത്താനുമായി സഖ്യമുണ്ടാക്കിയാൽ ബൈബിളിൻ്റെ അവസാനം പറയുന്ന അവസാന വിധിയിൽ ദൈവപുത്രൻ്റെ ഇടത്തുവശത്തുള്ളവരോട് പറയും, കോലാടുകളോട് പറയും, സാത്താനും അവനും സജ്ജമാക്കിയ സ്ഥലത്തോട്ട് അവൻ പോകട്ടെ എന്ന് പറയുമ്പോൾ, ഇപ്പം നമ്മുടെ കെമിസ്ട്രിയിലൊക്കെ ഓക്സിജൻ ആറ്റവും ഹൈഡ്രജൻ ആറ്റവും കൂടി ഇങ്ങനെ ബോണ്ട്, രണ്ട് ഗോളങ്ങൾ ഇങ്ങനെ ബോണ്ട് വേർപിരിയാനാവാത്ത വിധം വാട്ടർ മോളിക്യൂളിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ ബോണ്ടാണല്ലോ, വേർപിരിയാനാവാത്ത വിധം ഓരോ മൂലകങ്ങളും ആറ്റവും എലമെൻസൊക്കെ ഇങ്ങനെ ബോണ്ട് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ സാത്താനുമായി ബോണ്ട് ചെയ്ത് നിന്നാൽ സാത്താൻ അവന് സജ്ജമാക്കിയ സ്ഥലത്തേക്ക് ദൈവം ഈ കോലാടുകളെ അയക്കും. സാത്താനെ എവിടേക്കാണോ അയക്കുന്നത് അതിൻ്റെ കൂടെ നാമും പോകും. അപ്പോൾ സാത്താന് വേണ്ടിയാണ് നരകം സജ്ജമാക്കിയതെങ്കിലും നിങ്ങൾ അവനുമാക്കി സഖ്യമുണ്ടാക്കിയാൽ, ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ, ഞാൻ നരകത്തെ മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയില്ല, അത് സാത്താന് വേണ്ടി ഉണ്ടാക്കിയത്. അവനുമായി സഖ്യമുണ്ടാക്കുന്നവർ അത് അനുഭവിക്കും.
അപ്പോൾ ദൈവം അമ്മയുടെ ഗർഭപാത്രത്തിൽ നിങ്ങൾ കൊച്ചുകുട്ടികളായിരുന്നപ്പോഴുള്ള നിങ്ങളുടെ മുഖവും ഫോട്ടോ ഒക്കെ നോക്കിയാൽ നിങ്ങൾ വളരെ നിഷ്കളങ്കമായിരുന്നു. നിങ്ങൾ ദൈവത്തിന് തുല്യരായിരുന്നു, ശിശുക്കളായിരുന്നു. നിങ്ങളുടെ ശരീരം വളർച്ച എത്തുന്നതോടുകൂടി നിങ്ങൾ മലിനപ്പെടാൻ തുടങ്ങുന്നതോടുകൂടി ദേഷ്യവും വൈരാഗ്യവും ഒക്കെ നമ്മളിൽ നുരഞ്ഞു പൊങ്ങി, വികാരങ്ങളെല്ലാം നുരഞ്ഞു പൊങ്ങി പൂർണ്ണ മനുഷ്യനായി തീർന്നതോടുകൂടി നമ്മൾ ഇതാണ് ശരി എന്ന് വിശ്വസിച്ച് നമ്മൾ പോകരുത്. മറിച്ച് നമ്മളുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ദൈവം ഒരു ആത്മാവിനെ നിക്ഷേപിച്ചപ്പോൾ, ഞാനെന്ന് പറഞ്ഞ ഒരു വ്യക്തിനെ നിക്ഷേപിച്ചപ്പോൾ, ദൈവം അതിനെ തിരിച്ചഭിലേഷിക്കുമ്പോൾ, അതിനെ തിരിച്ചെടുക്കുമ്പോൾ, നമ്മുടെ സഭാപ്രഭാഷകനിൽ പറയുന്നുണ്ട്, 12:7 പറയുന്നുണ്ട്, ധൂളി അതിൻ്റെ ഉറവിടത്തിലേക്കും, പൊടി അതിൻ്റെ ഉറവിടത്തിലേക്കും, ശരീരം അതിൻ്റെ ഉറവിടത്തിലേക്കും, ആത്മാവ് ദൈവത്തിലേക്കും പോകണം. ഇപ്പോൾ ഹിന്ദുത്വത്തിൽ പറയും ദൈവവുമായിട്ട് ലയിക്കുക എന്ന് പറയും. അപ്പോൾ ദൈവം ഈ ആത്മാവ്, നമ്മൾ യേശുക്രിസ്തുവുമായി ഒന്നായി ചേരുക നമ്മൾ എന്നൊക്കെ നമ്മളും പറയും. അപ്പോൾ ഈ ആത്മാവിനെ നമ്മൾ വയസ്സാവും തോറും, നമ്മളുടെ വയസ്സ് ഏറും തോറും നമ്മൾ വൈകാരികപരമായ കാര്യങ്ങൾക്ക് നമ്മൾ പിന്നോക്കം പോവുകയും മറിച്ച് ആത്മീയമായ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുകയും വേണം. കാരണം നമ്മുടെ ആത്മാവ് ദൈവം അഭിലേഷിക്കുമ്പോൾ ദൈവവുമായിട്ടൊരു സഖ്യമുണ്ടാക്കണം. എന്നാൽ നമ്മൾ ദൈവവുമായി സഖ്യമുണ്ടാക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിലേക്കും, സാത്താനായി സഖ്യമുണ്ടാക്കുമ്പോൾ നമ്മൾ നരകത്തിലേക്കും പോകുന്നു എന്നുള്ളൊരു വസ്തുതയാണ് വളരെ രഹസ്യമായിട്ട് രഹസ്യം വെളിപ്പെടുത്തിയത്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിലൊക്കെ, ദൈവം അമ്മയുടെ ഗർഭപാത്രത്തിൽ നിങ്ങളെല്ലാം ഉരുവാകുമ്പോൾ ദൈവം നിക്ഷേപിച്ചൊരു ആത്മാവുണ്ട്. ആ ആത്മാവിനെ ദൈവം തിരികെ അഭിലേഷിക്കുന്നുണ്ട്. ഈ ആത്മാവിനെ തിരികെ അഭിലേഷിക്കുന്ന ആത്മാവിനെ നിങ്ങൾ ദൈവത്തിലേക്ക് കൊടുക്കണം എന്നുള്ളതാണ് ദൈവം പറയുന്നത്. അതിനായി ദൈവിക വചനങ്ങൾ നിങ്ങൾ അതരം കൊണ്ട് ഉരുവിടുകയും ഹൃദയത്തിൽ വിശ്വസിക്കുകയും വേണം. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കും.